ഞാൻ ഇത്രയും നായ്ക്കളുടെ കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും ബ്രില്യൻ്റ് അർജുനാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ കഥ വന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ഒരു നായ്ക്കുട്ടീനെ എവിടെ നിന്ന് എങ്ങനെയെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ച് നമുക്കൊരെണ്ണത്തിനെ വാങ്ങാം. അവൻ വന്നു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് അവന്റെ ചന്തിക്ക് അച്ചാലും മുച്ചാലും കടിച്ചു പറിച്ചേക്കണം. അങ്ങനെയാണ് ഇവന്റെ ഒരു വരവ്. ഫേവറേറ്റ്സ് വിത്ത് ദിലീപ് ഏട്ടൻ, ഇന്നസെന്റ് ഏട്ടന്റെ ഫോട്ടോയാണ് ഫസ്റ്റ്. ഏറ്റവും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്തായിരുന്നു? ഞാൻ അപ്പച്ചെന്നാ വിളിക്കുന്നത്. ഇത് അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ആ ശബ്ദം. മറ്റത് മിക്ക ദിവസവും കേട്ടിരുന്ന ശബ്ദം അത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമം. തീർച്ചയായും കലാവുമാണ്. മണി പോയത് നമുക്ക് ഗ്രേറ്റ് ലോസ് ആണ്. വിചാരിക്കാത്തൊരു വല്ലാത്തൊരു പോക്ക്. ആരോഗ്യം കൊണ്ടും കഴിവ് കൊണ്ടും വേറെ ലെവലായിരുന്നു മണി. ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര ഇതായിരുന്നു. ഞാനും നാദൃശ്യം മണി. അതിൽ ഞങ്ങളുടെ ചങ്കൂറ്റായിരുന്നു മണി. നാദർശ ഇവനെ കാണാൻ വേണ്ടി ഞാൻ പുഴ വരെ നീന്തിയിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറയണം, നിന്നെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ലൈഫ് വെച്ച് കളിച്ചാണ്. എന്തിനായിരുന്നു, എന്തിൻ്റെ കേടായിരുന്നു. ഇതാണ് മാമാട്ടി. മഹാലക്ഷ്മി ഷർട്ടഴിച്ച് മാറ്റി പാൻ്റൊക്കെ അഴിച്ച് മുണ്ടുടുക്കുന്ന ഒരു സീനുണ്ട്. അച്ഛനെ എന്താ കാണിക്കണം, അച്ഛനെ നാണമില്ല അച്ഛാ ഇങ്ങനെ ആൾക്കാർ മുമ്പിൽ ഷർട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കാവ്യ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഞാൻ ഇടയ്ക്ക് കാണുമ്പോൾ ഇത് പുറത്തേക്ക് വരില്ലട്ടെ ദൈവത്തോർത്ത്. കാരണം അതൊക്കെ ട്രെൻഡിങ് ഇതിലേക്ക് പോകും, വൈറലാവും, ഭയങ്കര വൈറലാവും. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹാർവിയോറ പ്രസൻസ് ബി വിത്ത് രമ്യയിൽ ഇന്ന് എന്നോടൊപ്പം ആരാന്നറിയോ? ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഓരോന്നൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാനൊരു ഇൻട്രോ പറയേണ്ടതായിട്ട് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ തിയേറ്ററിലൂടെ നമ്മുടെ അടുത്ത് വന്ന് പവിയേട്ടനായിട്ട് നമ്മളെ ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ. ദിലീപേട്ട ഭയങ്കര അധികം ഇഷ്ടമായി മൂവി, ശരിക്കും ഇഷ്ടപ്പെട്ടു. അതായത് ദിലീപേട്ടൻ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ദിലീപേട്ടൻ ഇപ്പം ഈ കുറച്ച് നാളായിട്ട് അടുത്ത കാലത്ത് ചെയ്ത സിനിമയിലെ ബെസ്റ്റ് മൂവി. ശരിക്കും ഇപ്പൊ പോയ കുറെ എഫേർട്ട് ഇട്ട് എനിക്കറിയാം. ഓരോ സിനിമയും നമ്മൾ ഇതുപോലെ തന്നെ സെയിം ഹാർഡ് വർക്കാണ്. അതെ, ശ്രമങ്ങളാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഹാർഡ് വർക്ക് ദിലീപേട്ടന്റെ സൈഡിൽ നിന്ന് എപ്പോഴും ഒരേപോലെ തന്നെയാണ്. ഓരോ മൂവിയും നമ്മൾ പ്രതീക്ഷയോടെയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് ചോദിക്കട്ടെ. ഇത്ര നേരം ഞാൻ ആ എക്സൈറ്റ്മെന്റിൽ സംസാരിക്കുകയായിരുന്നു. അതിന് തൊട്ട് മുമ്പ് വേറൊരു ഗുഡ് ന്യൂസും കൂടെ ഉണ്ട് ദിലീപേട്ട. നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നമ്മളത് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അതായത് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആയപ്പോൾ നമ്മുടെ ആ ഗോൾഡൻ ബട്ടൺ നമ്മുടെ റിവീൽ ചെയ്തത്, അല്ലെങ്കിൽ അത് അൺബോക്സ് ചെയ്തത് നമ്മുടെ സ്വന്തം ദിലീപേട്ടനാണ്. അപ്പൊ അത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അത് അൺബോക്സ് ചെയ്തതിന് ശേഷം ചടപടാന്ന് അങ്ങനെ ഭയങ്കര ഓട്ടത്തിലാണ്. നമ്മുടെ ഭയങ്കര ഗ്രോത്ത് ആണ് മൈൽ സ്റ്റോണിന്. അതേപോലെ തന്നെ ദിലീപേട്ടന് മൈൽ സ്റ്റോൺ പേര് തന്നെ ഉണ്ടല്ലോ. മൈൽ സ്റ്റോൺ ആണ്. ഇനി നമുക്ക് നമ്മുടെ ഈ വിജയത്തിലേക്ക് വരാം. ഈ വിജയം ദിലീപേട്ടൻ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു സാധനം ടേക്ക് ഓഫ് ചെയ്യുന്നോ? അല്ല, കഥ കേൾക്കുമ്പോൾ എന്തായാലും ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത്, വിനീത് ഇത് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞു, ചേട്ടാ അങ്ങനെ തീരുമാനമൊന്നും ആയിട്ടില്ല, ഇനി നമ്മൾ ചേട്ടൻ ഓക്കെ ആണെങ്കിൽ അടുത്ത പരിപാടി. ഞാൻ പറഞ്ഞു, ആരെയും അന്വേഷിക്കരുത്, ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത്. കാരണം ഒരു ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പോസിറ്റീവ് വൈബും, അതുപോലെ തന്നെ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ ഈ പവിത്രനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഒരു ശുദ്ധനായ ഒരാൾ, അയാൾ ഇപ്പോഴത്തേതായിട്ടുള്ളൊരു കാര്യമാണ്. അയാൾ വലിയ ശ്രദ്ധയൊന്നുമില്ല. കാരണം അയാൾ മൊത്തം ഒരു ആഡംബര ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കറാണ്, നൈറ്റിൽ സെക്യൂരിറ്റിയാണ്. 10-18 വർഷം അയാൾ ഗൾഫിലായിരുന്നു. അയാൾ മറ്റുള്ള നമ്മൾ പറയുന്നുള്ളൂ, കാരണം ഫാമിലിക്ക് വേണ്ടി ജീവിച്ച് അങ്ങനെ പോയ ഒരാൾ. അയാളുടെ ജീവിതത്തിൽ ഒരു കല്യാണം കഴിക്കാൻ പോലും അയക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ടി ശ്രമിക്കാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. എല്ലാവരുടെ കാര്യങ്ങളായിട്ട് പോയി. അങ്ങനെ ജീവിതത്തിൽ കല്യാണ പ്രായവും കഴിഞ്ഞ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാൾ. അപ്പോൾ അയാളൊരു പ്രണയത്തിൽ പെടുന്നതും അയാളുടെ രസകരമായ കുറേ സീക്വൻസുകളുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം വന്നാണ്. പവിത്രനെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ്. ശരിക്കും അതാണ് ഓരോ സീൻ ബൈ സീൻ കാണുമ്പോൾ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് ആ സാധനം. പിന്നെ എനിക്കൊരു ക്രൈം ത്രില്ലർ നമ്മൾ കാണില്ല, ഒരാളെ കൊന്നു എന്നിട്ട് നമ്മളെ കൊന്നത് ആരാണ് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നമ്മളിങ്ങനെ ആ ഒരു അതോടെ ഇരുന്ന് ആദ്യമായിട്ടാണ് ഈ സിനിമയിലെ നായി ആരാണ് എന്നുള്ള ഒരു ആ ഒരു റൊമാൻസിൽ സസ്പെൻസ് അന്വേഷിച്ച് കിടക്കുക. ശരിക്കും
എനിക്ക് തോന്നി ഇതിനു മുമ്പേ ഇത്ര അധികം ചുറ്റപ്പെട്ട നായകന്മാരായിട്ട് എനിക്ക് ഓർമ്മയിൽ പെട്ടെന്ന് വന്നത് സമ്മർ ഇൻ ബാത്തിലേക്ക് മാത്രമേ ഉള്ളൂ. അതിനകത്തും ഇത്രയ്ക്കൊരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, അത് ഇതിലേതെങ്കിലും ഒരാളായിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും. പക്ഷെ ഇത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇതായിരിക്കും ആദ്യം ഞങ്ങൾ വിചാരിച്ച ഒരാളായിരിക്കുന്നു, കുറച്ച് കഴിഞ്ഞപ്പം വിചാരിച്ചു, പിന്നെ ഞാനും മോളും കൂടെ ഫൈറ്റ് ആയി. അല്ല, അതാണ് ഇതാണ് അവസാനം ക്ലൈമാക്സിൽ. അത് ഭയങ്കര അത് നിങ്ങൾ കാണണം. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് തന്നെയാണ്. നായികയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയ്ക്കൊരു സംഭവം. എനിക്ക് തോന്നുന്നത് 5 നായികമാർ ഒരുമിച്ചിട്ടുള്ള ആദ്യത്തെ സിനിമ. അതെ, ദിലീപേട്ടൻ്റെ ഫസ്റ്റ് മൂവിയാ. അതെ അതെ. ആദ്യം നമ്മള് 5 പേരും പഴയ ആൾക്കാരെ എന്നുള്ളതായിരുന്നു. പിന്നെ അത് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അത് അവരുടെ ഇടയിൽ ചിലപ്പോൾ അതൊരു ഈഗോ പ്രോബ്ലം വരുമോ, പിന്നെ നമുക്ക് ഡേറ്റ് പ്രോബ്ലം വരുമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. പിന്നെ ജനം ഏത് രീതിയിൽ എടുക്കും, ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് വന്നപ്പോഴേ ഞാൻ പിന്നെ നമുക്ക് പുതിയ ആൾക്കാരെ ആലോചിച്ചാലോ. അവരെന്ന് വെച്ചാൽ ചേട്ടാ അത് എൻ്റെ മനസ്സിലുണ്ട്, പുതിയതാണെങ്കിൽ നമുക്ക് കുറേ ഒരു ലിബറലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം ഡേറ്റ്സിന് പ്രോബ്ലം ഉണ്ടാവില്ല, നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എപ്പോൾ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സീൻ വേണേലും എടുക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പഴയ ആൾക്കാർക്ക് ആ ഒരു ഇത് പുതിയ ആൾക്കാർക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നമുക്കത് ഫിക്സ് ചെയ്യാം, അതിൽ വേറെ ടെൻഷനൊന്നുമില്ല. പക്ഷെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം വിനീതിൻ്റെയാണ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഓഡീഷനൊക്കെ വെച്ചിട്ട് പിന്നെ കുറേ പിന്നെ ഓരോ ആൾക്കാരെ അവരുടെ വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് കൊണ്ടുവരും. അങ്ങനെ നോക്കി 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 നമുക്ക് ഇന്നാളെ ഇന്നെ അങ്ങനെയാണ്. ദിലീപേണ്ണും റോളുണ്ട്. ദിലീപേണ്ണും കൂടെ വിചാരിച്ചിട്ട് കൂടുതൽ പണിയെടുത്തിരിക്കുന്നത് വിനീത് തന്നെ. ഫൈനലി നമ്മൾ അതിലേക്ക് എത്തിപ്പെട്ടപ്പോൾ ഓക്കെ ഇതാണ്, ഇത് കറക്റ്റ് ആണല്ലേ എന്ന് പറഞ്ഞു. ഓക്കെ ഇവർ ഇതിനാണ് പെർഫോമൻസ്, ഇതാണ് നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്തേക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അതിൽ ഒരാൾ മാത്രമാണ് അതിന് മുമ്പ് ഏതൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നാലും അത്രയ്ക്കൊന്നും അങ്ങനെ, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഈ സിനിമയ്ക്ക് എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള എത്ര നായികമാരായി എവിടെ തിരിഞ്ഞാൽ അടുത്ത സീനിൽ പുതിയൊരു നായിക, വരുന്ന പുതിയൊരു നായിക, അങ്ങനത്തെ ഒരു സാധനം അതൊരു വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു. ഇനി നമുക്ക് ഈ പവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പവിനെ പോലെ തന്നെ ഒരു അങ്ങനത്തെ ഒരു ഒറ്റബുദ്ധിക്കാരനാണോ ശരിക്കും പറഞ്ഞ ദിലീപേട്ടൻ? എനിക്ക് എൻ്റെ അറിവിൽ ദിലീപേട്ടൻ അങ്ങനെ ഒരാളല്ല. ഇല്ല, പവിത്രനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അതെ, അങ്ങനെയല്ല. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഒറ്റബുദ്ധിയിൽ പവിത്രൻ എല്ലായിടത്തും പോയി അബദ്ധത്തിൽ പെടുവാണ്. എത്ര അബദ്ധങ്ങളാണ്. ഇയാൾക്ക് ഒരാവശ്യമില്ല. ഇപ്പൊ ഞാന് വിനീത് തന്നെ അത് പറഞ്ഞ് കളിയാക്കും, ചേട്ടാ ഞാനിത് നിങ്ങളിലാണ് കണ്ടേക്കണേ. അപ്പൊ ഞാൻ ഒന്നുമില്ല, ഞാൻ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ മോണിറ്ററിൽ പോയി ഇപ്പൊ നമുക്കിത് കാണാലോ. അപ്പൊ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ചിരിച്ചുപോയി. ഇയാൾ ഒരു കാര്യമില്ല, ഒരു പെണ്ണും ഒരാണും കൂടി ഒരു ഫ്ലാറ്റിൽ റൂമിൽ പോണെന്ന് പറഞ്ഞു ഉടനെ അതിന്റെ ഒരു ആവശ്യം ഇയാൾ അതിന്റെ പുറകെ പോയി. ഇയാൾ ഉണ്ടാക്കണ കുഴപ്പങ്ങള്, ഇയാളുടെ മണ്ടത്തരങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ എന്തിന്റെ ചോദിക്കുന്ന സംഭവം ഉണ്ടല്ലോ. കാരണം ഇയാളുടെ ഒരു പഴമക്കാരനും ഇയാള് അങ്ങനെ, അതുകൊണ്ടാണ് നമ്മൾ മറ്റേ ക്യാരക്ടറിനെ കൊണ്ട് പറയുന്നത് നിങ്ങൾ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. ഇയാൾക്ക് പഴയ കണ്ടതും കേട്ടതും ഒക്കെ കേട്ട് പഴയ ഇതിലിരിക്കുന്ന ഒരാള്. അയാളുടെ സ്വഭാവം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലല്ല പുള്ളി പോകുന്നത്. ഇപ്പൊ ഒരു ആണും പെണ്ണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി എടാ വാടാ പോടാ റിലേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അയാൾ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ. ചിലപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു അത് നമ്മൾ പഴയ സിനിമയിലുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു ഇയാളൊരു പഴയ ഒരാളാണ്, ഇയാളുടെ ചിന്തകൾ പഴയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇയാൾ ഈ ശരിക്കും പറഞ്ഞാൽ ആ ഡോറിൽ പോയിട്ട് മുട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അയാൾ വരണു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾക്ക് എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അപ്പൊ ഓടി സ്റ്റെപ്പ് ഇറങ്ങാൻ ടൈം കിട്ടൂല. അയാളുടെ ഇമേജിന്, അയാളുടെ മാനത്തെ മനുഷ്യ കണ്ടാൽ ജമ്പ് ചെയ്യണം. അപ്പൊ അത് നമ്മുടെ പഴയ സിനിമകളിലുള്ള ഞാൻ പറഞ്ഞ ആ സമയത്ത് അയാളുടെ പഴമയ്ക്ക് അയക്ക് തോന്നുന്നത് ബുദ്ധിയാണ്. ഞാൻ അത് കണ്ടിട്ടാണ് ഇയാൾക്ക് എന്തിന്റെ കേടാണ്. അപ്പൊ വിനീത് പറഞ്ഞു ചിലപ്പോൾ ചേട്ടാ ഇപ്പോഴത്തെ ഒരു ഇതില് ചാട്ടം നമുക്ക് വേണോ, അതല്ലാതെ നമുക്ക് വേറെ ആംഗിൾ എന്തെങ്കിലും പിടിച്ചാലോ എന്ന് പറഞ്ഞു. ഇയാളുടെ സ്വഭാവത്തിന് ഇയാൾക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. ചെരുപ്പ് ഊരിയിട്ട് ആരെങ്കിലും ചെയ്യുമോ? സ്റ്റെപ്പ് ചാടുക എന്നൊക്കെ പറയുന്നത് അതാണ് ഇയാളുടെ. വന്നിട്ട് ഇയാൾ വന്ന് പറയണ മാറ്റർ വേറെയും ഒക്കെ പറയാം. അപ്പൊ അതൊക്കെ ഒരു ആ രീതിയില്ല, അല്ലാണ്ട് അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെ അല്ലേ, നമ്മൾ കഥാപാത്രത്തിനെയാണ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ എത്തി. ഇപ്പം ഇനി ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒന്ന് നമ്മുടെ ബ്രോയാണ്. അത് തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഈ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കങ്ങ് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. ഇപ്പം ദിലീപേട്ടനെ വെച്ച് നോക്കുമ്പോൾ ദിലീപേട്ടന് ഡയാനയുണ്ട്, അർജുനുണ്ട്, ബ്രോയുണ്ട്. ഇതിലിപ്പം പെട്ടെന്ന് ദിലീപേട്ടനായിട്ട് ആദ്യം അടുത്തത് ഇതിൽ ആരായിരിക്കും? അർജുന ആണോ? എത്ര സമയത്തിനുള്ളിൽ അർജുൻ അടുത്തു? അർജുൻ വന്ന് കുറച്ച് ദിവസം. അർജുൻ എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ ഫെസിലിറ്റി ആണെന്ന് അർജുന്. ഞാൻ പടത്തിൽ ഹീറോ കൂടിയാണ്, പക്ഷെ അർജുന് AC അന്നൊക്കെ
AC റൂം അത് അതിന് നോക്കാൻ ആൾക്കാർ. പക്ഷേ അർജുനായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ ഈ അർജുന് അവർ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ഇതായിരുന്നു ട്രെയിനേഴ്സ് അവർ അതിൻ്റെ. അപ്പോൾ ബ്രില്യൻ്റ് ഡോഗായിരുന്നു. ഞാൻ ഇത്രയും നായ്ക്കളുടെ കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും ബ്രില്യൻ്റ് അർജുനാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്ക് ആയതിനു ശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങാനും എന്തെങ്കിലും വടിയെടുത്ത് ഓടിയാവും വന്ന് എൻ്റെ കാലിൻ്റെ ഉള്ളിലേക്ക് കയറും, എന്നിട്ട് ഇങ്ങനെ നോക്കിയേക്കും. അപ്പം ഞാൻ സമ്മതിക്കില്ല, അവൻ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ അവരിങ്ങനെ വാടക എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. ഇല്ല അത് വേണം വിട്ടിട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഭയങ്കര അടുപ്പായി. അപ്പോൾ ഇവനെ പല അടികളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇത് അർജുൻ അന്ന് ഡ്യൂപ്പും ഉണ്ടായിരുന്നു, വേറെ നായ്ക്കുട്ടി ഉണ്ടായിരുന്നു ഡ്യൂപ്പ് ചാടാനും കാരണം അർജുൻ മെയിൻ ഒരു ഇതായതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചില സമയത്ത് ജമ്പ് ചെയ്യണൊക്കെ മറ്റേ ഡോഗായിരിക്കും. അപ്പൊ അർജുൻ വലിയ കാരണം വെച്ചിട്ട് ഭയങ്കര ബ്രില്യൻ്റാന്ന് പറയാൻ കാരണം വെച്ചാൽ ഇവന് ഈ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ചെവിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇതാവും, പിന്നെ ഇങ്ങനെ നെക്കരിക്കണം. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഓടുകയാണെങ്കിൽ അവൻ്റെ ഓട്ടം. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് മറ്റേ ഇതിനെ പിടിക്കാൻ ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറലൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇവൻ ഭയങ്കര ഇതാണ്. അതുപോലെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടി മാറ്റി വെച്ചു സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഞാനും അർജുനും കൂടി ഒരു ജനലിൻ്റെ അവിടെ കിടന്ന് താഴെ ഭാവനയും മറ്റേ നായും കൂടി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കിയിട്ടുള്ള വിഷയം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ഫുൾ ഡേ അതുമാ പോവും എന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാമറയൊക്കെ വെച്ച് റെഡിയാക്കി അർജുൻ വന്നു, അവന് കൊണ്ടുവന്ന് ഇങ്ങനെ എന്നൊക്കെ പാത്തിർണോ അങ്കേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇവർ പറഞ്ഞിട്ടൊക്കെ ഇതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ വരിക വന്ന് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ടേക്ക് റെഡിയായി. അത് അങ്ങോട്ട് ഇങ്ങോട്ട് തള്ളല് ബഹളം നോക്കല്, അത് ലാസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സാധനം വരെ ഉണ്ട്. അത് അങ്ങനെ തന്നെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്റർകട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ അത് അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഷോട്ട് കഴിഞ്ഞു, മനസ്സിലായില്ലേ? പിന്നെ ഷൂട്ടിംഗ് ഇല്ല. അതുപോലെ തന്നെ ഒരു സീക്വൻസ് ആയിരുന്നു. അവിടെ വേറെ ആള് വന്ന് ആ ഫ്ലാറ്റിൽ കയറുന്നത് നായ അർജുൻ കണ്ടിട്ട് പുസ്തകം വായിച്ചിരിക്കണ എന്നെ ഒന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ആ സീക്വൻസ് ഇതുപോലെ തന്നെ നമ്മൾ ഹാഫ് ഡേ എന്തായാലും സമയം എടുക്കും, കാരണം വന്ന് എന്നെ ഷർട്ട് പിടിച്ചിട്ടൊക്കെ അല്ലേ. അപ്പോൾ ആ സമയത്ത് ട്രെയിനർ കൊണ്ടുവന്നു കാണിച്ചു, അതിൻ്റെ വായിൽ ഇത് കടിച്ച് ഇതാക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് ടേക്ക് കറക്റ്റായിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം സിനിമയെ കാണുന്ന ഷോട്ടിൽ നേരെ വന്ന് പിന്നെ വലിച്ച് പിടിച്ച് നമ്മൾ അന്തം വിട്ടുപോകും. പവി കെയർ ടേക്കറിൽ ഒരുപാട് സീക്വൻസ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും ചെയ്യാൻ പറ്റാത്ത സീക്വൻസിൽ നായ്ക്കൾ ചെയ്യാന്ന് പറഞ്ഞാല് അത് ഒത്തു കിട്ടിയിട്ടുണ്ട് ഈ സിനിമയിൽ. അതെന്തോ ആ സമയത്ത് ദൈവ അത്ഭുതം പ്രവർത്തിക്കാന്ന് പറയില്ലേ, ഇവൻ അങ്ങനെ ബിഹേവ് ചെയ്യണ സീനുണ്ട്. ഇപ്പൊ ഞാൻ അതിനകത്ത് പോയിട്ട് ഒരാളെ അന്വേഷിക്കുന്ന സമയത്ത് ആളും വരിക എൻ്റെ കൂടെ, ആളും പോയി നോക്കണ്ട്, ആളവിടെ കണ്ടില്ല, പുള്ളിക്കും ഭയങ്കര ടെൻഷനില്ല പുള്ളി എന്നൊക്കെ പറയുന്നത്. അതൊന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കാത്ത സാധനങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് ഒരു അത്ഭുതം കാണുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരുപാട് സീക്വൻസ് ഉണ്ട്. അത് പിന്നത്തെ ഈ ബ്രോയും ഞാനും തമ്മിലുള്ള റിലേഷൻ പിന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയാം, ഇപ്പൊ പറയുന്നില്ല. ആണല്ലേ, അത്രയും തന്നെ പറയാനുണ്ട്, അത്രയും കാര്യമായിട്ട് പറയാൻ. ശരിക്കും നമ്മൾ ഇമോഷണലി വല്ലാണ്ട് കൊണ്ടുപോകുന്ന ഒരു പെറ്റ്സ് ഉള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്ട് ആവും, ശരിക്കും കണക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു ഷൂട്ട് വൈൻഡ് അപ്പ് ചെയ്തപ്പോൾ ഈ ഒരു മൂവി മാത്രമല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ മറ്റു 3 പേരുടെയും വൈൻഡ് അപ്പ് ചെയ്തപ്പോൾ സിനിമ പാക്കപ്പ് എന്ന് പറഞ്ഞു പോകുമ്പോൾ ദിലീപാണ് ഒരു വല്ലാത്തൊരു വിഷമം ഇവരെ വിട്ടു പോകുന്നതിൽ ഒബ്വിയസ്ലി ഉണ്ടായിട്ടുണ്ടാവണം അല്ലേ? കാരണം ഇവരെത്ര ഈ ബ്രോയുടെ കാര്യത്തില് ശരിക്കും പറഞ്ഞാല് ബ്രോയിനെ നമ്മൾ വാങ്ങിച്ചതാണ്. അതെ, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ കഥ വന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ഒരു നായ്ക്കുട്ടീനെ എവിടെ നിന്ന് എങ്ങനെയെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് തീരുമാനിച്ച് നമുക്കൊരെണ്ണത്തിനെ വാങ്ങാം. എന്നിട്ട് അതിന് 6 മാസമുള്ളൊരു നായ്ക്കുട്ടിനെ വാങ്ങിച്ച് അതിന് ബ്രോ എന്ന് പേരിട്ട് അതിന് ബ്രോ എന്ന് വിളിച്ചാണ് അതിന് അങ്ങനെയാണ് ഇവന്റെ ഒരു വരവ്. ബാക്കിയെല്ലാം മറ്റുള്ള ഒരുപാട് ട്രെയിൻ ഡോഗ്സ് ആണ് ശരിക്കും പറഞ്ഞത്. ഇത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവന്റെ വരവ്, ഈ ഒരു സിനിമയിലേക്ക് വേണ്ടി. പക്ഷെ അത് ഭയങ്കരമായിട്ട് അതങ്ങ് ഫ്രം ദ ബിഗിനിങ് തുടങ്ങിയിട്ട് കാരണം ബൈക്കിന്റെ പുറകിൽ നിന്ന് വരിക,
ബൈക്കിൽ ചാടി കയറുക എന്നൊക്കെ പറയണത് നല്ല ടാസ്കുള്ള പരിപാടികളാണ്. അതെ, അതൊക്കെ അത്ര സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്, നന്നായി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു നമ്മുടെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ സിനിമ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ സംസാരിക്കുന്നത്. അതിൻ്റെ സക്സസിനെ കുറിച്ച് ഇന്നിപ്പം എല്ലാവരും സിനിമ കാണുന്നവർ അവരുടെ വീടുകളിലിരുന്നോലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലിരുന്നിട്ടോ ഒക്കെ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, എടാ നീ പുതിയ മൂവി കണ്ടോ, അങ്ങനെ എല്ലാവരും സംസാരിക്കും. ഞാൻ വേറൊരു നമ്മുടെ ഇൻഡസ്ട്രി തന്നെയുള്ള വേറൊരു പ്രമുഖനായ ഒരു നടൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടിറങ്ങിയാൽ അതോടെ നിർത്തണം സിനിമയുടെ. അതിൻ്റെ സക്സസ്സോ അല്ലെങ്കിൽ ആ മൂവി ഫെയിലിയർ ആയാലോ അത് നമ്മൾ നമ്മുടെ പിന്നീടുള്ള നമ്മുടെ ഡൈനിങ് ടേബിളിലേക്കോ നമ്മുടെ ഒരു റൗണ്ട് ടേബിൾ ഒരു സംസാരത്തിനിടയിലേക്കോ ആ സിനിമ കൊണ്ടുവരരുത്. അത് കഴിഞ്ഞു എന്ന് വെക്കണം എന്ന് ഒരാളുടെ ഒരു ഒപ്പീനിയൻ ഞാൻ കേട്ടിട്ടുണ്ട്. ദിലീപേണ്ണെ സംബന്ധിച്ച് ദിലീപേണ്ണ എങ്ങനെയാണ് തോന്നുന്നത്? ഇല്ല, അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ പരാജയവും വിജയവും ഒക്കെ നമ്മുടെ മനസ്സിനെ തൊടുന്ന കാര്യം തന്നെയാണ്. വിജയമെന്ന് നമ്മൾ ആ ഒരു എവറി ഫിലിം എന്ന് പറയുന്ന എനിക്കൊരു മിഷൻ പോലെയാണ് ഞാൻ കാണുന്നത്. ആ മിഷൻ സക്സസ് ആവാം, ഫെയിലിയർ ആവാം, പക്ഷെ നമ്മൾ 100% അതിനോട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഫെയിലിയറായ സങ്കടം ഉണ്ടാവും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മലയാള സിനിമ നമ്മൾ ഒരുപാട് കാണുമ്പം ചില സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ആ ഒരു ആക്ടർ ചെയ്യുന്നത് തന്നെയായിരിക്കും ചിലപ്പോൾ നല്ലത്. പക്ഷെ എന്നിരുന്നാൽ പോലും ചില സിനിമകളിൽ ആ ആക്ടർ ഇല്ലെങ്കിൽ വേറൊരു ആക്ടർ ചെയ്താലും ആ സിനിമയിലെ ആ ക്യാരക്ടറിന് ഓക്കെ ആയിരിക്കും എന്ന് നമുക്ക് തോന്നാറുണ്ട് ചില സിനിമകളിലെങ്കിലും ഒക്കെ. പക്ഷെ ദിലീപേട്ടൻ ചെയ്ത സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം, അവിടെ ദിലീപേട്ടനെ അല്ലാണ്ട് വേറൊരാൾ ഇല്ലെങ്കിൽ ആ സിനിമ അത് ഇപ്പം ഈ പവിയിൽ ദിലീപേട്ടൻ ഇല്ലെങ്കിൽ ഇപ്പം ദിലീപേട്ടൻ സിനിമ അഭിനയം നിർത്തി ഞാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇതിന് പകരം വേറൊരാൾ ഇല്ല ചെയ്യാൻ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. കാരണം ഇത് ദിലീപ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് ദിലീപേട്ടൻ ചെയ്തു വെച്ച റോളുകളെല്ലാം. അതൊക്കെ എങ്ങനെ ദിലീപേട്ടൻ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സിഗ്നേച്ചർ അത് പ്ലേസ് ചെയ്യാൻ നമ്മൾ നോക്കൂലോ. വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവമേ അത് അല്ല. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നെ ജഡ്ജ് ചെയ്യുന്ന എൻ്റെ ഡയറക്ടേഴ്സ്, ഞാൻ ഒറ്റയ്ക്കല്ല ഇതാവുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ഷൻ കണ്ടിന്യൂറ്റിയും ആക്ടിങ് കണ്ടിന്യൂറ്റിയും ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് അതൊക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. അതിലൂടെ പോകുമ്പോൾ അത് കറക്റ്റാണോ ഇല്ലേന്ന് പറയുന്ന ആൾക്കാരും കൂടി കറക്റ്റ് ആവുക എന്ന് പറയില്ലേ. അപ്പോൾ എൻ്റെ മാത്രമല്ല, ഇതിൻ്റെ ഡയറക്ടർ, ഇതിൻ്റെ റൈറ്റർ, ഇതിൻ്റെ ക്യാമറമാൻ എല്ലാവരും ചേരുന്ന വലിയൊരു ടീം വർക്ക് ഉണ്ടല്ലോ. അതിനപ്പുറം ആ ഒരു വിധിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക്. പിന്നെ ഞാൻ കഴിഞ്ഞ സിനിമകളിലും നമ്മൾ ഓരോ സിനിമകളിൽ കലാകാരൻ എന്നുള്ള രീതിയിൽ പല വഴിക്കും പല രീതിയിലൊക്കെ നമ്മൾ വരാൻ നോക്കും. പക്ഷെ എല്ലായിടത്തും ദിലീപിന്റെ സിഗ്നേച്ചർ ഉണ്ടല്ലോ, അതൊക്കെ സിഗ്നേച്ചർ ക്യാരക്ടർ അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനിയും അതുപോലത്തെ സിഗ്നേച്ചർ ക്യാരക്ടർ ദിലീപേണ്ണെ ചെയ്യാൻ പറ്റട്ടെ. ഞാനൊരു ചെറിയ ഒരു കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നിമിഷങ്ങളിലേക്ക് നമുക്ക് പഴയ കുറച്ച് കാര്യങ്ങൾ അയവിറക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ആ ഒരു സെഗ്മെന്റിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. അതായത് വേറൊന്നുമല്ല, ഇത് നമുക്ക് ഫേവറേറ്റ്സ് വിത്ത് ദിലീപേട്ടൻ. അതായത് ദിലീപേട്ടൻ തന്നെ ഇതിനകത്ത് ഓരോരുത്തരുടെയും, ഇത് നമ്മൾ ഓരോരുത്തരുടെയും ഫോട്ടോ ആണല്ലോ, ഓരോരുത്തർ ഈ ഓരോന്നും എടുക്കുക, അവരുമായിട്ടുള്ള ദിലീപേട്ടനെ ഷെയർ ചെയ്യാൻ പറ്റും. ഇന്ന് ദിലീപേട്ടൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏറ്റവും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അതേതാന്ന് പറയാം. അത്രേ ഉള്ളൂ സംഭവം. ഓരോന്നും എടുത്തിട്ട് ആരാന്ന് നമ്മുടെ ക്യാമറയിൽ ഒന്ന് കാണിച്ചാൽ മതി. ഓരോന്ന് ഇങ്ങനെ പോവാം. ആദ്യം എടുക്കണം ആരുടെ ഫോട്ടോയാ? ഇന്നസെന്റ് ഏട്ടന്റെ ഫോട്ടോ ആണ് ഫസ്റ്റ്. ഏറ്റവും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്തായിരുന്നു? ഞാൻ അപ്പച്ചെന്നാ വിളിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്താണ് വന്നത് എന്ന് വെച്ചാൽ എന്നെ അറിയപ്പെട്ടത് അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്ത് തന്നെയാണ്. അതിനുശേഷം ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും പേഴ്സണലിയും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും എനിക്കൊരു എന്താ പറയുക, ഒരു ഗൈഡ് എന്നൊക്കെ പറയില്ലേ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു നമ്മളെ മുന്നിലേക്ക് നയിക്കാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എനർജി ആയിട്ടുള്ള ഒരാളായിരുന്നു ഇന്നസെൻ്റ്. എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട്, കാരണം അത്രയും ഞാൻ ലൈഫിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എടുത്തു പറയേണ്ട ഒരാളാണ്, ലെജൻഡാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എല്ലാ സ്ഥലത്തും പുള്ളീനെ കാണാൻ അറിയില്ലേ എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടില്ല, പുള്ളിയുടെ രീതി തന്നെ പുള്ളി പറയുന്നത് ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന ആളെ സാഹിത്യകാരന്മാരുടെ ലോകത്തും ഇരിക്കണ കാണാം, എഴുത്തുകാരുടെ, കവിക്കാരെ, ഇതൊക്കെ എല്ലാ കലാരെങ്കിലും പുള്ളി കാണാം.
രാഷ്ട്രീയക്കാരെ നോക്കി MP ആയിട്ടിരിക്കുക അവിടെ കാണാം. ഈ എല്ലാ തലത്തിൽ നിന്ന് ഇത്രയും ആളുകളെ മേച്ച് അമ്മയുടെ പ്രസിഡന്റായിട്ട് എത്രയോ കാലമായിട്ട് അപ്പൊ എല്ലാ സ്ഥലത്തും നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്നേച്ചറില്ലേ അതുണ്ടാക്കി വെച്ച ഒരു വലിയ ഒരു പ്രസ്ഥാനമാണത്. ഇത് അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ആ ശബ്ദം. മറ്റത് മിക്ക ദിവസവും കേട്ടിരുന്ന ശബ്ദം അത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമം. തീർച്ചയായിട്ടും നഷ്ടപ്പെടാൻ വെച്ചാൽ നമ്മളെ വിട്ടേക്കും പോവില്ല. നാദിർഷ ഇതിനെ പറ്റി ഞാൻ എന്താ പറയണേ? പിന്നെ ഇതിനെ കുറിച്ച് നമ്മുടെ കൂടെ ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ മതി അല്ലേ? അങ്ങനെയാണ് എല്ലാവരും പറയുള്ളൂ. അതെ, ദിലീപേട്ടൻ തന്നെ. കാരണം എനിക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള എൻ്റെ സുഹൃത്താണ്. കാരണം മിടുക്കനാണ്. ഇവനെ കാണാൻ വേണ്ടി ഞാൻ പുഴ വരെ നീന്തിയിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറയാം, എടാ നിന്നെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ലൈഫ് വെച്ച് കളിച്ചാണ്. എന്തിനായിരുന്നു, എന്തിൻ്റെ കേടായിരുന്നു. അതൊക്കെ തമാശക്ക് പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലമായിട്ട് ബിസിനസ്സുകളും, ഞാൻ ബിസിനസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് കലാരംഗത്ത് ഇതുള്ളതും എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നതിൽ ഒരാൾ അവനാണ്. അതുപോലെ തന്നെ ഞങ്ങൾ 3 പേരും ഭയങ്കര ഇതായിരുന്നു. ഞാനും നാദിർഷയും മണിയും. അതിൽ ഞങ്ങളുടെ ചങ്കൂറ്റായിരുന്നു മണി. ഞങ്ങൾ ഷോസ് പോവുകയാണെങ്കിൽ ഞാൻ ഇവനില്ലാണ്ടെങ്കും ഞാൻ എന്നും മിമിക്രി തുടങ്ങി ആ കാലം മുതൽ എവിടെയെങ്കിലും ഷോ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോവുള്ളൂ. അങ്ങനെ കുറേ എൻ്റെ ഫാമിലി അവൻ്റെ ഫാമിലിയൊക്കെ ഒരേ ഇതിൽ പോകുന്ന മക്കളാണെങ്കിലും ഒക്കെ അങ്ങനെ ഉള്ളതാണ്. ഞാൻ എന്താണെന്ന് അവനും അറിയാം, അവൻ എന്താണെന്ന് എനിക്കും അറിയാം എന്നൊക്കെ പറയുന്ന ഒരു അത് വേറെ എന്ന് പറയാ ഇമോഷണലി നമ്മളെ കുറച്ച് ഇതാക്കുന്ന കുറച്ച് ഇതല്ലേ. അടുത്ത ആരാ നോക്കാം നമുക്ക്. അത് തന്നെ ഞാനിപ്പോ എനിക്കത് ദിലീപേട്ടൻ പറഞ്ഞപ്പോ ഞാനത് മനസ്സിൽ വിചാരിക്കായിരുന്നു. മണി പോയത് നമുക്ക് ഗ്രേറ്റ് ലോസ് ആണ്. വിചാരിക്കാത്തൊരു വല്ലാത്തൊരു പോക്കെന്ന് അറിയില്ല. ഞാൻ സല്ലാപത്തിന്റെ സമയത്ത് തുടങ്ങിയൊരു സൗഹൃദം എന്താ ചോദിക്കും. അതിന് മുമ്പ് എനിക്ക് മണീനെ അറിയാം, പക്ഷെ അത്ര അടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പേ അടുപ്പമുണ്ടായിരുന്നു മണി നാദിർഷയും തമ്മിൽ മിമിക്രിയിലൂടെയും. കാരണം ഇവർ ഒരുമിച്ച് ഒരുപാട് സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോയിട്ടൊക്കെ ഉള്ള ഒരുപാട് സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു മണീനെ കാണുന്നത് ആലുവ പാലസിൽ വെച്ചിട്ടാണോ സംശയമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മണിയായിട്ട് ഒരു രീതിയിൽ കാണുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സല്ലാപത്തിൻ്റെ പൂജ നടക്കുന്ന ദിവസം മണി ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ പുറത്ത് കൈയൊക്കെ കെട്ടി ഇങ്ങനെ ആൾക്കാരുടെ കൂട്ടത്തിൽ നിൽക്കണം. എന്നിട്ട് ഞാൻ മണി എടുത്തതെന്ന് പറഞ്ഞു, മണി ഭയങ്കര ഒരു ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായിരിക്കും കേട്ടോ ഇതിലെ. ഞാൻ കഥ കേട്ടു, അപ്പോൾ മണിയുടെ കാര്യമൊക്കെ പറഞ്ഞു സാറ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും ആ സിനിമ തുടങ്ങിയ ഒരു സൗഹൃദം. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ ഷോസും പോയിട്ടുള്ളത്. എനിക്കിപ്പോ വന്ന് ദിലീപേട്ടൻ പറയുമ്പോൾ എനിക്ക് ആ വൈബ് ഇവിടെ കിട്ടുന്നുണ്ട്. എന്ത് ഫൺ മൊമെന്റ് ആയിരിക്കും അല്ലേ നിങ്ങൾ? അയ്യോ ഭയങ്കര ഞങ്ങൾ ഒരുമിച്ച് എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? അയ്യോ കുബേരനൊക്കെ ചെയ്യുന്ന സമയത്ത് കാരണം ആരോഗ്യം കൊണ്ടും കഴിവ് കൊണ്ടും വേറെ ലെവലായിരുന്നു മണി. പാട്ടിൽ എന്താ അവന് ചെയ്യാൻ പറ്റാത്ത. എപ്പോഴും ഇങ്ങനെ നല്ല ഞങ്ങൾ ഷോസൊക്കെ പോകുമ്പോൾ അവൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ കഴിഞ്ഞിട്ടുണ്ടാകും ഞാൻ കിടന്ന് ഉറങ്ങും. കാരണം എനിക്ക് ഉറപ്പാണ് എനിക്ക് ഭക്ഷണം ഉണ്ടാവും. ഞാൻ എഴുന്നേറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ മണിയുടെ റൂമിൽ ചെല്ലും. അപ്പോൾ അവൻ അവിടെ ഒരു കിച്ചൺ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണവും അതായത് പിന്നെ ചില സമയത്ത് നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ അവൻ തന്നെ മറ്റേ ചിക്കൻ ഇതിനകത്തൊക്കെ ഇട്ട് ചോറൊക്കെ കുഴച്ച് എടുത്ത് വായിൽ അങ്ങനെ വെച്ചാൽ നമ്മൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കുമെന്നും പറയാൻ പറ്റും. പക്ഷെ അവൻ ഉരുട്ടി തരുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടിയെ പോലെ ഇരിക്കുക, അവൻ വായിൽ ഭക്ഷണമൊക്കെ ചെയ്യും. അങ്ങനെ ഭയങ്കര ഇതുണ്ടായിരുന്നു ഞങ്ങളൊക്കെ തമ്മിൽ. നമ്മൾ അടുത്ത ആളിലേക്ക് പോരുത്, അതിന് മുമ്പേ കണ്ടു കഴിഞ്ഞു. അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കാൻ വരായിരുന്നു, നമുക്കിപ്പം പറഞ്ഞു വെച്ചിട്ട് ഇന്നസെന്റ് ഏട്ടൻ്റെ ഇങ്ങനെയല്ലേ തുടങ്ങിയത്, എന്തെങ്കിലും ഒരു ലൈൻ ഒന്ന് പറയാമോ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. അതേപോലെ എത്രയോ ദിലീപേട്ടൻ ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഇന്നസെന്റ് ഏട്ടൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ അതല്ല ഒരു അതേപോലെ ഒന്ന് മിമിക് ചെയ്യാൻ പറ്റുമോന്നാ ചോദിച്ചത്. അങ്ങനെ ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് ഇന്ന് പെർഫോം ചെയ്ത് ഇരുന്നോണ്ടൊന്നും പറ്റൂലേ? ഇരുന്നോണ്ട് പോയി എനിക്ക് ഇന്നസെന്റ് ബഹുമാനം ഉള്ളതുകൊണ്ട് ഇരുന്നോണ്ടും പാവി പോയി കാണണം മാത്രം ഇന്നസെന്റ് ശബ്ദത്തിൽ പറഞ്ഞാൽ മതി. എന്താ പറയാ, പാവി കെയർ ടേക്കർ എല്ലാവർക്കും ഇഷ്ടാവും. എല്ലാവരും പോയി കാണുക, ചിരിക്കാനായിട്ട് പടത്തില്ലേ അങ്ങനെ. താങ്ക് യു. ഒരുപാടുണ്ട് കേട്ടോ ചിരിക്കാൻ. എല്ലാവരും റെഡി ആയിട്ട് പോയിക്കോളൂ, അതുപോലെ ചിരിക്കാനുള്ള ഒരു മൂവിയാണ്.
ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ദാ കാവ്യ. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകളിലെ എൻ്റെ നായികയായിട്ട് അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു 19-20 സിനിമയിൽ ഒരുമിച്ച് ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഭാര്യയായിട്ട് അങ്ങനെ കുടുംബിനെ എന്റെ കാര്യമായിട്ട് നോക്കി പോകുന്നു. അല്ല, ഏറ്റവും കൂടുതൽ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളായിട്ട് എൻ്റെ പുറകെയാണ്. ആണല്ലേ എന്റെ കാര്യങ്ങൾ നോക്കാൻ എൻ്റെ കാര്യങ്ങൾ നോക്കും, നന്നായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഓക്കെ. അല്ല, ഏറ്റവും നല്ലൊരു ഫേവറേറ്റ് മൊമെന്റ് എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ പറയാൻ? എങ്ങനെ കാവ്യനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വരുന്ന ഒരു ഏറ്റവും നല്ലൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു നിമിഷം, അത് ഷൂട്ടിന്റെ ഇടയിൽ വന്ന കളിച്ചിരിയോ അല്ലെങ്കിൽ ലൈഫിലാണോ? അവള് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എപ്പിസോഡ് ഉണ്ട് ആണല്ലേ. അപ്പൊ നമുക്ക് വേറെ സമയത്ത് അതിന് വേറെ എപ്പിസോഡ് നമുക്ക് വേറൊരു ഇതിലേക്ക് പോവാം. ഇനി അടുത്തത് പിന്നെ ഞാൻ പൊക്കി പറഞ്ഞു കഴിഞ്ഞാലേ കുറച്ച് പൊങ്ങും. അഹങ്കാരം അല്ലേ? അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ, അവള് സന്തോഷമായിട്ട് ഇരിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥന. അടുത്തത് മീനാക്ഷി. എങ്ങനെ പറയാ? മീനാക്ഷി ഇനി ഉടനെ വരും ഡോക്ടറായിട്ട് അച്ഛനെ നോക്കാൻ. അച്ഛന്റെ അതെ, അവള് ഇപ്പം മെഡിസിൻ ഒക്കെ പഠിച്ച് ഹൗസ് സർജൻസി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഉടനെ തന്നെ നമുക്ക് കാണാം ഡോക്ടറെ. അതെ, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കട്ടെ കാര്യങ്ങളൊക്കെ. അതാണ് എൻ്റെ മീനുട്ടി. ഇനി അടുത്തത് ഇതാണ് മാമാട്ടി. മഹാലക്ഷ്മി. ഇപ്പൊ മഹാലക്ഷ്മി ഇനിയിപ്പോ ഒന്നിലേക്ക് പോണു അല്ലേ? ഒന്നിലേക്കാണ്. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നത് വളരെ ചെറുപ്പത്തിലത്തെ ഫോട്ടോ ആണ്. അതെ അതെ. പക്ഷേ ആളിപ്പോ UKG കഴിഞ്ഞ ആള് വലിയ കോമഡിച്ചും അങ്ങനെയൊക്കെ. അവൾ അച്ഛനെ അനുകരിക്കാൻ നോക്കുന്നുണ്ടോ? അനുകരിക്കാനൊന്നുമില്ല, അവർക്ക് അറിയാം നമ്മള് ജോലി ഇതാണ് എന്നൊക്കെ ഉള്ളത്, അഭിനയവും കാര്യങ്ങളൊക്കെ എന്നറിയാം. അപ്പൊ അതില് ഇപ്പൊ ഈ സിനിമ അവരൊക്കെ കാണും. ഈ സിനിമ മദ്രാസിലെ അവളും കാവ്യയും ചെറുതും പിന്നെ കുറെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഒരുമിച്ചിട്ടാണ് പോയത്. അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഈ പവിത്രൻ വന്നിട്ട് അയാളുടെ ഒരു ജീവിതം ഒരു ദിവസം തുടങ്ങുന്നത്, അയാൾ വന്ന ഉടനെ ഷർട്ടൊക്കെ അഴിച്ച് മാറ്റുന്നുണ്ട്. ഷർട്ടഴിച്ച് മാറ്റി പാൻ്റൊക്കെ അഴിച്ച് മുണ്ടുടുക്കുന്ന സീനുണ്ട്. അപ്പോൾ ആ സീനിൽ പെട്ടെന്ന് ഇവള് പറയണ ഈ ഞാൻ ഷർട്ടൊക്കെ അഴിച്ച് തൂക്കുകയാണ്. അപ്പോഴേക്കും അമ്മ അച്ഛൻ എന്തായി കാണിക്കണത്, എല്ലാവരും കാണുകയല്ലേ അയ്യോടാ. അങ്ങനെയൊക്കെയുള്ള സംഭവം. പിന്നെ അതിനകത്ത് പിന്നെ നിങ്ങൾ കണ്ടില്ലല്ലോ ഇപ്പൊ അതിന്റെ അടുത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛനെ എന്താ കാണിക്കണേ, അച്ഛനെ നാണുമില്ല അച്ഛാ ഇങ്ങനെ ആൾക്കാർ മുമ്പിൽ ഷർട്ടൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള. ദിലീപന്റെ വേറെ മൂവീസ് ഒക്കെ മോള് കാണാറുണ്ടാവില്ല? എല്ലാ മറ്റേ മായാമോഹിനെയൊക്കെ കണ്ടപ്പോ ഇതുപോലെ ഇത് കണ്ടിട്ട് നമുക്ക് ചിരി വന്നിട്ട് അച്ഛൻ എന്തൊക്കെയാ കാണിക്കണേ. അതേപോലെ വീട്ടിലും ഇതുപോലെ ഇത്ര അധികം തമാശകളും ഒക്കെ അങ്ങനെ ഒരാള് തന്നെയല്ലേ? ഞാന് കുട്ടികളോട് അവരെക്കാൾ കുട്ടിയാവണ സ്വഭാവമാണ് എനിക്ക്. അത് കാവ്യ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ഞാൻ ഇടയ്ക്ക് കാണും, പക്ഷേ ഇത് പുറത്തേക്ക് വരില്ലട്ടോ ദൈവത്തോർത്ത്. അതൊക്കെ ട്രെൻഡിങ് ഇതിലേക്ക് പോകും, വൈറലാവും, ഭയങ്കര വൈറലാവും. പിള്ളേരുടെ കൂടെ കളിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് നല്ല ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആണ് അതൊക്കെ. കാവ്യയുടെ കണ്ടിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് കാണാമായിരുന്നു. അങ്ങനെ നമ്മുടെ ജനപ്രിയ നായകൻ നമ്മുടെ ദിലീപേട്ടൻ വീണ്ടും ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, നമ്മളെ ചിരിപ്പിച്ചും നമ്മളെ കരയിപ്പിച്ചും വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ സിനിമയിൽ നമ്മളെ കുറേയൊക്കെ ഈ മനുഷ്യൻ നമ്മളെ വിഷമിപ്പിച്ചും വയ്ക്കുന്നുണ്ട്. പക്ഷെ നല്ല ഒരു നമുക്ക് കുടുംബമായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ മൂവി തന്നെയാണ് നമ്മുടെ ദിലീപേട്ടൻ. എന്താ നമുക്ക് തിരിച്ചെത്തിന്നോ പോയിന്നോ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ദിലീപേട്ടൻ ഇവിടെ തന്നെയുണ്ട്. ചില സിനിമകൾ നന്നായിട്ട് വരും, ചില സിനിമകൾ അത് എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും. പക്ഷെ ദിലീപേട്ടൻ്റെ ഇങ്ങനത്തെ കുറെ നമ്പേഴ്സ് മിസ് ചെയ്തിരുന്നത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഒരുപാട് സന്തോഷം. ഇപ്പോൾ നല്ല സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇനി വരാൻ പോകുന്ന മൂവി ഇതേപോലെ നല്ല രീതിയിൽ പോകാൻ പറ്റട്ടെ എന്നാണ് ഇപ്പോൾ ആശംസിക്കുന്നത്. കാരണം ഇതിപ്പോൾ ഓൾറെഡി ടേക്ക് ഓഫ് ചെയ്തു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ദിലീപേട്ടാ. വീണ്ടും കാണാം. ഓക്കെ, കാണാം.